Welcome. Have you studied New Criticism before? Or after studying New Criticism from the text, did you find it difficult? This video is prepared to help you, the BA English students of Calicut University 4th semester. I have prepared this video based on your text, and New Criticism comes under Module 3, Chapter 5. So, if you watch this video till the end, I promise you will understand about what do we mean by New Criticism, what are its central arguments, who are the major critics, what do we mean by close reading, then the terms like ambiguity, paradox, irony, tension, and fallacies, all in 4 or 5 points, the most important points, the bullet points. If you learn it, you can go and write the exam and score good marks. My goal is to help you score high marks in this paper. So, before we start, if you don't know me, my name is Pradeep Hariharan. If you already know me, thank you very much for being here. Let's start the class. The first thing we need to know about new criticism or any criticism is what is it? അത് എന്താണെന്നാണ് നമുക്കറിയേണ്ടത്. 5 കാര്യങ്ങളാണ് ന്യൂ ക്രിറ്റിസം എന്താണെന്ന് നമുക്കറിയാനുള്ളത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് പെട്ടെന്ന് പഠിക്കാം. ആക്ച്വലി ന്യൂ ക്രിറ്റിസം ഈസ് എ വേ ഓഫ് റീഡിംഗ് ദ ടെക്സ്റ്റ് that was in fashion during 1940s and 1960s in America. As I told you, it's a way of reading the text. Then it got its name from John Crowe Ransom's book, The New Criticism, which was published in 1941. So he is regarded as the father of New Criticism. Third one is that it is a reaction against the biographical method of reading literary criticism. അതിന് മുമ്പുണ്ടായിരുന്ന ക്രിറ്റിസിസത്തിൽ ഓത്തറുടെ ബയോഗ്രഫിക്കൽ ഡീറ്റെയിൽസ് എടുത്തിട്ടാണ് ഒരു ലിറ്റററി ക്രിറ്റിസം സാഹിത്യ നിരൂപണം നടത്തിയിരുന്നത്. അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ന്യൂ ക്രിറ്റിസം വരുന്നത്. ഏത് ലിറ്റററി ക്രിറ്റിസം പഠിക്കുമ്പോഴും അത് 3 കാര്യങ്ങളാണ് പ്രിവിലേജ് ചെയ്യുക. ഏതെങ്കിലും ഒന്നെങ്കിൽ ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ദി ഓത്തർ, ഓർ ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ദ ടെക്സ്റ്റ്, ഓർ ഇറ്റ് വിൽ ഫോക്കസ് ഓൺ ദ റീഡർ. ഇതൊരു ജനറൽ ഇതാണ്. ഇപ്പോൾ നമ്മുടെ സ്ട്രക്ചറലിസം, പോസ്റ്റ് സ്ട്രക്ചറലിസം, ന്യൂ ക്രിറ്റിസം, ഇതെല്ലാം ഫോർമലിസം, ഇതെല്ലാം ടെക്സ്റ്റിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ന്യൂ ക്രിറ്റിക്സിൻ്റെ സെൻട്രൽ ഫോക്കസ് എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് മാത്രമാണ്, മറ്റൊന്നുമല്ല. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ന്യൂ ക്രിറ്റിക്സ് അസ്യൂംഡ് ദാറ്റ് റീഡേഴ്സ് ആർ ഹൈലി നോളജബിൾ. ഇത്രയും കാര്യങ്ങളാണ് ന്യൂ ക്രിറ്റിക്സിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടത്. ഇനി എന്താണ് ന്യൂ ക്രിറ്റിക്സിൻ്റെ സെൻട്രൽ ആർഗ്യുമെൻറ്റ്, എന്താണ് ഇവർ പറയുന്നതെന്ന് നമുക്ക് അടുത്ത് നോക്കട്ടെ. സെക്കൻഡ് പോയിന്റ്, ന്യൂ ക്രിറ്റിസം എന്ന് പറയുന്നതിൻ്റെ ഫസ്റ്റ് ആർഗ്യുമെൻറ്റ്, ദേ ലുക്ക് അറ്റ് എ ലിറ്റററി ബുക്ക് ആസ് എ ഹോൾ. അതായത് ഒരു ടെക്സ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിനപ്പുറം വേറെ ഒരു മീനിങ്ങും ആവശ്യമില്ല, അതിന് വേണ്ടതെല്ലാം അതിനുള്ളിലുണ്ട്. ദാറ്റ് ഈസ് ദേ കൺസിഡർ ടെക്സ്റ്റ് ആസ് എ ലിംഗ്വിസ്റ്റിക് എൻറ്റിറ്റി എന്നാണ് ഫസ്റ്റ് പോയിന്റ്. ഏത് ലിറ്റററി ടെക്സ്റ്റ് ആണെങ്കിലും അത് വായിച്ച അർത്ഥം മനസ്സിലാക്കാണ് വേണ്ടത്. അത് ആരെഴുതി, എപ്പോൾ എഴുതി, എന്തുകൊണ്ട് എഴുതി എന്നീ കാര്യങ്ങളെക്കുറിച്ച് ഒന്നും നമ്മൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ടെക്സ്റ്റിൻ്റെ മീനിങ് പോകും എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. സോ ദേ അവോയ്ഡ് ഓൾ ഹിസ്റ്റോറിക് ആൻഡ് ബയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ. അവരുടെ മെത്തേഡിനെ ക്ലോസ് റീഡിംഗ് എന്നാണ് പറയുന്നത്. ക്ലോസ് റീഡിംഗ് എന്ന് പറയുന്നത് ഒരിക്കലും പാരഫ്രൈസിംഗ് അല്ല. അതായത് ഒരു ടെക്സ്റ്റ് വായിക്കുമ്പോൾ അതിനുള്ളിലുള്ള മെറ്റഫർ, സിമിലി, ഫിഗറേറ്റീവ് മീനിങ് ഇതെല്ലാം കണ്ടുപിടിച്ച് അതെങ്ങനെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മീനിങ് കൊടുക്കുന്നത് എന്നാണ് അവർ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഐ റിപ്പീറ്റ്, ടെക്സ്റ്റ് ന്യൂ ക്രിറ്റിസം ബിലീവ് ദാറ്റ് ടെക്സ്റ്റ് ഇസ് എൻ ഓർഗാനിക് ഹോൾ. ടെക്സ്റ്റിന് ഉള്ളിലുള്ള എല്ലാ അർത്ഥങ്ങളും ഉണ്ടെന്നും അതിനപ്പുറം വേറൊരു അർത്ഥവും ഒരു ടെക്സ്റ്റിന് ആവശ്യമില്ല എന്നുള്ളതാണ് ന്യൂ ക്രിറ്റിക്സിൻ്റെ സെൻട്രൽ ആർഗ്യുമെൻറ്റ്. ഇതേ സംഭവം തന്നെയാണ് എല്ലാവരും പല പേരുകളിൽ പറയുന്നത്. ഇനി ആരാണ് ഇതിൻ്റെ മേജർ ക്രിറ്റിക്സ് എന്നുള്ളതാണ്. 6 പേരാണ് പ്രധാനമായിട്ട് നമുക്കുള്ളത്. അതിൽ ഫാദർ ഫിഗർ ജോൺ ക്രോ റാൻസം ഉണ്ട്, ക്ലിയാൻ ബ്രൂക്സ് ഉണ്ട്, എലൻ ടേറ്റ് ഉണ്ട്, WK വിംസാറ്റ് ആൻഡ് ബേർഡ്സ്ലി, അവർ ഒരുമിച്ചാണ് വരുന്നത്. പിന്നെ റോബർട്ട് പെൻ വാരൺ. ഇവരാണ് ന്യൂ ക്രിറ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അമേരിക്കൻ മൂവ്മെൻ്റ് ആണ്. ഇനി എന്താണ് ക്ലോസ് റീഡിംഗ്? അതൊരു പാരഗ്രാഫായിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് അതിലേക്ക് പോകാം. 6 കാര്യങ്ങളാണ് ക്ലോസ് റീഡിംഗ് എന്നതിനെക്കുറിച്ച് നമുക്ക് എഴുതേണ്ടത്. എല്ലാം പാരഗ്രാഫ് പോലെയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ബുള്ളറ്റ് പോയിന്റ്സ് ആണ്, സെൻറ്റൻസ് ആയിട്ട് എഴുതണം. ഫസ്റ്റ് തിങ്, ക്ലോസ് റീഡിംഗ് ഡസ് നോട്ട് മീൻ പാരഫ്രൈസിങ്. അത് ഹെറസി ഓഫ് പാരഫ്രൈസ് എന്ന ടെക്സ്റ്റിൽ ക്ലിയാൻ ബ്രൂക്സ് പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എഴുതണം, ക്ലോസ് റീഡിംഗ് ഈസ് നോട്ട് പാരഫ്രൈസിങ്, ഇറ്റ് ഈസ് എ ക്ലോസ് അനാലിസിസ് ഓഫ് ദ ലിംഗ്വിസ്റ്റിക് എലമെൻറ്റ്സ്, മെറ്റഫേഴ്സ്, സിമിലീസ്, അലൂഷൻസ്. അപ്പോൾ ക്ലോസ് അനാലിസിസ് ഓഫ് ലിംഗ്വിസ്റ്റിക് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിനുള്ളിൽ മെറ്റഫേഴ്സ്, സിമിലീസ്, അലൂഷൻസ് ഇതൊക്കെ എങ്ങനെ വർക്ക് ചെയ്യുന്നു, എങ്ങനെയാണ് ആ ടെക്സ്റ്റിന് മൾട്ടിപ്പിൾ മീനിങ്സ് കൊടുക്കുന്നത് എന്നാണ് ന്യൂ ക്രിറ്റിസം നോക്കുന്നത്. ദി ഐഡിയ ഓഫ് ക്ലോസ് റീഡിംഗ് വാസ് പുട്ട് ഫോർവേഡ് ബൈ I.A. റിച്ചർഡ്സ്. I.A. റിച്ചർഡ്സാണ് ആദ്യമായിട്ട് പ്രാക്ടിക്കൽ ക്രിറ്റിസം, അത് 1924 പക്ഷേ അത് ഫാഷൻ ആവുന്നത് 1940s മാത്രമേ ഉള്ളൂ. ആൻഡ് ദ മെത്തേഡ് ദ യൂസ് ഈസ് നോൺ ആസ് എക്സ്പ്ലിക്കേഷൻ. ആ വാക്ക് പരീക്ഷ എഴുതണം. എക്സ്പ്ലിക്കേഷൻ ഈസ് എ ടെക്നിക് ദാറ്റ് ഈസ് യൂസ്ഡ് ഇൻ അനാലിസിസ്. എക്സ്പ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലുള്ള മെറ്റഫേഴ്സ്, സിമിലീസ് ഇതെല്ലാം പുറത്തേക്ക് എടുക്കുക. ജസ്റ്റ് ലൈക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് കൊടുക്കാൻ ഒരു ലാബ് അനലിസ്റ്റ് ബ്ലഡിലുള്ള ഓരോ എലമെൻറ്റ്സ് എടുക്കുന്ന മാതിരി ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യം പരീക്ഷയ്ക്ക് എഴുതണ്ട. ഇറ്റ് കെയിം ഫ്രം ദ ഫ്രഞ്ച് വേർഡ് എക്സ്പ്ലിക്കേഷൻ വിച്ച് മീൻസ് എ ക്ലോസ് അനാലിസിസ് ഓഫ് പോയറ്റിക് ഡിവൈസസ്. അതായത് ലിറ്റററി ക്രിറ്റിക്സിനെ സയൻറ്റിഫിക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെത്തേഡ് ഉപയോഗിക്കുന്നത്.
ഈ പ്രോബ്ലം വിത്ത് ന്യൂ ക്രിറ്റിസിസം ഈസ് ദാറ്റ് ഇറ്റ് ക്യാൻ ഓൺലി ബി അപ്ലൈഡ് ടു ഷോർട്ട് പോം അനാലിസിസ്. അപ്പോൾ ക്ലോസ് റീഡിംഗ് മീൻസ് ഇറ്റ് ഈസ് നോട്ട് പാരഫ്രൈസിംഗ്, ഇറ്റ് ഈസ് എ ക്ലോസ് അനാലിസിസ് ഓഫ് ലിംഗ്വിസ്റ്റിക് എലമെന്റ്സ്. ദി ഐഡിയ വാസ് പുട്ട് ഫോർവേഡ് Richard Richards. Then explication is a method used by new critics, and it came from French. The problem, it can only be used for small poem analysis. ഈ 6 പോയിന്റ്സ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. Now we go on to the next thing which is known as, ഇനി ഓരോരോ വാക്കുകളുടെ അർത്ഥത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിലാദ്യം ആംബിഗ്വിറ്റി എന്നുള്ളതാണ്. ഏത് വാക്ക് നമ്മൾ പരീക്ഷയ്ക്ക് വെച്ചാലും അത് ആദ്യം ആരാണ് കോയിൻ ചെയ്തതെന്നാണ് നമ്മൾ എഴുതേണ്ടത്, പിന്നെ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതും. അപ്പോൾ ആംബിഗ്വിറ്റി എന്ന വാക്ക് കോയിൻ ചെയ്ത് വില്യം എംസൺ ആണ്. അദ്ദേഹത്തിൻ്റെ ടെക്സ്റ്റിൻ്റെ പേര് 7 types of ambiguity എന്നുള്ളതാണ്. എല്ലാ ന്യൂ ക്രിറ്റിസിസും ഒരേ കാര്യം തന്നെ പറയുന്നുള്ളൂ, അതായത് ഒരു ടെക്സ്റ്റിന് മൾട്ടിപ്പിൾ മീനിങ്സ് ഉണ്ട്, അത് കണ്ടുപിടിക്കലാണ് ഒരു ക്രിട്ടിക്കിൻ്റെ ജോലി എന്നാണ്. അപ്പോൾ ഈ ആംബിഗ്വിറ്റി എന്ന് പറയുന്നതിൽ സെൻട്രൽ ആർഗ്യുമെൻറ്റ് വില്യം എംസൺ പറയുന്നത് ഒരു വാക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആംബിഗ്വസ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ മീനിങ് എന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ആംബിഗ്വിറ്റി ഈസ് ദ എസെൻഷ്യൽ വെർച്യു ഓഫ് പോയട്രി എന്നാണ് വില്യം എംസൺ പറയുന്നത്. ഇത്ര എഴുതിയാൽ പകുതി മാർക്ക് കിട്ടും. ഇനി 7 types of ambiguity എന്താണെന്ന് ഓർത്ത് എഴുതി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ വളരെ ഷോർട്ട് ആക്കിയിട്ടുണ്ട്. ഫസ്റ്റ് വൺ മെറ്റഫോർ എന്നാണ്, അത് മാത്രം എഴുതിയാൽ മതി. സെക്കൻഡ് വൺ 2 opposite make a new idea. തേർഡ് വൺ ഈസ് പൺ. ഫോർത്ത് വൺ ഈസ് സർപ്രൈസിങ് വേർഡ് ദാറ്റ് റിവീൽ ആൻ ഇന്റേണൽ കോൺഫ്ലിക്റ്റ്. പിന്നെ ഫിഫ്ത്ത് വൺ വേർഡ്സ് ലീഡ്സ് ടു തോട്ട്, എ ഫോർച്ചുനേറ്റ് കൺഫ്യൂഷൻ എന്ന് പറയും. സിക്സ്ത് വൺ പ്ലേസ്മെൻറ്റ് ഓഫ് വേർഡ്സ് ഓർ empty word, വാട്സാപ്പ് എന്നൊക്കെ പറയുന്നതിനാണ് നമ്മൾ പറയുന്നത്. വാട്സാപ്പ് അല്ല, വാട്സാപ്പ്, ഹൗ ആർ യു എന്നൊക്കെ ചോദിക്കുന്നതിന്. ടെൻഷൻ, ടു ബിഗ് ടു ടൈം, ഓൾഡ് ആൻഡ് യങ്. ചില വാക്കുകൾ നമുക്ക് ഇറ്റ്സ് വെരി ഹാർഡ് ടു ടൈം, ഓൾഡ് ആൻഡ് യങ്, 100 or 100. ഇങ്ങനെ 7 തരം ആംബിഗ്വിറ്റി വാക്കുകൾക്കുണ്ട് എന്നാണ് വില്യം എംസൺ പറഞ്ഞത്. ഇത് ഓർത്ത് ഇത് നല്ലത്, അല്ലെങ്കിൽ 7 ambiguities ഉണ്ട് എന്ന പോയിന്റിൽ നിർത്തിയാലും നിങ്ങൾക്ക് പകുതിയിൽ കൂടുതൽ മാർക്ക് കിട്ടും. ഓക്കെ, നൗ വി ഗോ ഓൺ ടു പാരഡോക്സ്. ഇനി 4 വാക്കുകളോട് പഠിക്കാനുള്ളൂ. പാരഡോക്സ് എന്ന വാക്ക് വളരെ സിമ്പിളാണ്. ദ ടേം വാസ് കോയിൻഡ് ബൈ ക്ലിയാൻ ബ്രൂക്സ്. അതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം നമ്മൾ എഴുതേണ്ടത് ആരാണ് എന്നുള്ളതാണ്. ഏത് എസ് എന്ന് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും. ദ ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. സെക്കൻഡ് തിങ്, അക്കോർഡിംഗ് ടു ഹിം, language of poetry is language of paradox. വളരെ സിമ്പിളാണ് ഓർക്കാൻ. ഇറ്റ് വാസ് കോയിൻഡ് ബൈ ക്ലിയാൻ ബ്രൂക്സ്. അക്കോർഡിംഗ് ടു ഹിം, ദ ലാംഗ്വേജ് ഓഫ് പോയട്രി ഇസ് ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. പാരഡോക്സ് മീൻസ് കോൺട്രറി ടു എക്സ്പെക്റ്റഡ് ബിലീഫ്, അതായത് ഉദ്ദേശിച്ചതിൻ്റെ ഓപ്പോസിറ്റ് മീനിങ്. അംബിഗ്വിറ്റി എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. അപ്പോൾ ഇതെല്ലാം ഒരേ കാര്യം തന്നെയാണ്, ഡിഫറെൻറ്റ് വേർഡ്സ് ആണ്. പാരഡോക്സ് മീൻസ് കോൺട്രറി ടു എക്സ്പെക്റ്റഡ് ബിലീഫ്. പിന്നെ എന്താണ് ക്ലിയാൻ ബ്രൂക്സ് പറയുന്നത്? എ സ്റ്റേറ്റ്മെൻറ്റ് മേ ലുക്ക് അബ്സേർഡ് ബട്ട് ഓൺ ക്ലോസ് ഒബ്സർവേഷൻ ഇറ്റ് മേ ഫൗണ്ട് ട്രൂ. ചിലപ്പോൾ ചിലത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര അബ്സേർഡായിട്ട് തോന്നും, പക്ഷേ ക്ലോസ് ഒബ്സർവേഷനിൽ അത് ശരിയാണെന്ന് തോന്നും. അതിനൊക്കെ എക്സാമ്പിൾസ് ഉണ്ട്, പക്ഷേ അതൊന്നും നമുക്ക് ഇതിന് ആവശ്യമില്ല. ഹി യൂസ്ഡ് ദ പോംസ് ഓഫ് വേർഡ്സ്വർത്ത് ആൻഡ് ഡൺ ടു പ്രൂവ്. അതായത് വേർഡ്സ്വർത്തിൻ്റെയും ഡണ്ണിൻ്റെയും പോയംസ് ഉപയോഗിച്ചിട്ടാണ് ക്ലിയാൻ ബ്രൂക്സ് പ്രൂവ് ചെയ്യുന്നത്. എന്താണ്? ലാംഗ്വേജ് ഓഫ് പോയട്രി ഈസ് ലാംഗ്വേജ് ഓഫ് പാരഡോക്സ്. ദറ്റ് ഈസ് തിങ്സ് ദേ അപ്പിയർ ടു ബി അബ്സേർഡ് ബട്ട് ഓൺ ക്ലോസ് ഒബ്സർവേഷൻ ഇറ്റ് ലുക്ക് ഡിഫറെൻറ്റ് മീനിങ്. Now we come to the concept irony. Ironyയിൽ 5 കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. First thing, it is a literal device. Second thing, there is a difference between literal language and implied meaning. അത് നമ്മൾ തുടക്കം തൊട്ട് ന്യൂ ക്രിറ്റിക്സ് പറയുന്ന എന്താണ്, ഭാഷയ്ക്ക് ഒരർത്ഥങ്ങളല്ല, മൾട്ടിപ്പിൾ അർത്ഥമുണ്ട്. അപ്പോൾ ഇംപ്ലൈഡ് മീനിങ് ഉണ്ട്, ലിറ്ററൽ മീനിങ് ഉണ്ട് എന്നാണ് ഐറണിയിൽ പറയുന്നത്. ദ പേർപ്പസ് ഓഫ് യൂസിങ് ഐറണി ഈസ് ടു ഗെറ്റ് എ സ്പെഷ്യൽ റെട്രിക്കൽ എഫക്ട്. ഒരു പ്രത്യേക ഇഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഐറണി ഉപയോഗിക്കുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറണി ആണുള്ളത്. വെർബൽ, സ്ട്രക്ചറൽ, സ്റ്റേബിൾ, ഡ്രമാറ്റിക് ഐറണി, റൊമാൻറ്റിക് ഐറണി, സർക്കാസം. ഇതെല്ലാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഐറണിയാണ്. ന്യൂ ക്രിറ്റിക്സ് വിശ്വസിച്ചിരുന്നത് ലാംഗ്വേജ് ഹാസ് ബീൻ കറപ്റ്റഡ്, അതായത് ഡേ ടു ഡേ ലാംഗ്വേജ് ഹാസ് ബീൻ കറപ്റ്റഡ്, സോ പോയിറ്റ് ഹാസ് ടു യൂസ് എ ന്യൂ ലാംഗ്വേജ്. സോ ഐറണി ഈസ് ടു ഡിസ്കവർ എ ന്യൂ ലാംഗ്വേജ്. ഐറണി ഉപയോഗിക്കുമ്പോൾ പുതിയ ലാംഗ്വേജ് ഉണ്ടാവും. ഐറണി ഈസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് പോയട്രി. ഇതേ പോയിന്റ് തന്നെയാണ് നേരത്തെ ക്ലിയാൻ ബ്രൂക്സും പറയുന്നത്. പാരഡോക്സ് ഈസ് ഇൻറ്റഗ്രൽ പാർട്ട് ഓഫ് പോയട്രി. പിന്നെ ആംബിഗ്വിറ്റിയിലും വില്യം എംസൺ അത് തന്നെയാണ് പറയുന്നത്, ആംബിഗ്വിറ്റി ഈസ് ദ എസൻസ്. അപ്പോൾ അതൊരു കോമൺ ത്രെഡാണ്, എല്ലാത്തിനും എഴുതേണ്ട ഒരു കോമൺ ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ദെൻ വി കം ടു ടെൻഷൻ. ടെൻഷൻ എന്നുള്ളത് ദ വേർഡ് വാസ് കോയിൻഡ് ബൈ അലൻ ടേറ്റ്. He said there are 2 types of tensions which are known as intention and extension. Intention means the metaphorical or internal meaning. Extension means external meaning. ഇത് ശരിക്കും നമ്മൾ നോക്കണമെങ്കിൽ എല്ലാത്തിനും ഒരേ കാര്യം തന്നെ പറയുന്നത്. 2 അർത്ഥം ഒരു വാക്കിനുണ്ടാവും. ഒന്ന് ഇൻറ്റൻഡഡ് മീനിങ്ങും ഒന്ന് എക്സ്റ്റെൻഡഡ് മീനിങ്ങും. അതിൻ്റെ ഉള്ളിലുള്ള അർത്ഥങ്ങളും, ഫോർ എക്സാമ്പിൾ കാറ്റ് എന്ന് പറയുമ്പോൾ കാറ്റിന് പൂച്ച എന്ന അർത്ഥമുണ്ട്, കാറ്റ് വേണ്ട. റോസ് എന്ന് പറയുമ്പോൾ റോസ് എന്ന അർത്ഥമുണ്ട്. ലവ് എന്നൊരു അർത്ഥമുണ്ട്. അതൊരു ഇംപ്ലൈഡ് മീനിങ് ആണ്. അതാണല്ലോ മൈ ലവ് ഈസ് ലൈക്ക് എ റെഡ് റോസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പെരിഫറൽ ലാംഗ്വേജ് റോസ് എന്നാണെങ്കിലും അതിൻ്റെ മെറ്റഫോറിക്കൽ മീനിങ് എന്താണ്? ലവ് എന്നുള്ള അർത്ഥമാണ്. ചുവന്ന ലവ് എന്ന് പറഞ്ഞാൽ തീവ്രമായ പ്രണയം എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ആക്ച്വലി അലൻ ടേറ്റ് ബിലീവ്ഡ് ദാറ്റ് ദർ ആർ ബോത്ത് ലിറ്ററൽ ആൻഡ് മെറ്റഫോറിക്കൽ മീനിങ്സ് എക്സിസ്റ്റഡ് ടുഗെദർ ആൻഡ് ഇത് രണ്ടും ഒരുമിച്ച് വരുന്നതാണ് പോയിട്രി എന്നാണ് വിശ്വസിക്കുന്നത്. ലേറ്റർ ഹി ഡ്രോപ്ഡ് പ്രിഫിക്സസ്. അപ്പോൾ എക്സ്റ്റൻഷൻ ആൻഡ് ഇൻറ്റൻഷനെയാണ് അലൻ ടേറ്റ് ടെൻഷൻ എന്ന വാക്കുകൊണ്ട് ഉപയോഗിച്ചിരുന്നത്. ഇനി ഫാലസീസ് എന്ന് പറയുന്നത്, ഫാലസീസ് എന്ന് പറഞ്ഞാൽ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നാണ് അർത്ഥം വരുന്നത്. ഈ ഫാലസീസ് എന്ന ടേം കോയിൻ ചെയ്യുന്നത് വില്യം കെ വിംസാറ്റും MC ബിയേർഡ്സ്ലിയുമാണ് ഇൻ 1954.
അത് എന്താ പറയുക, രണ്ട് എറർ ഓഫ് ജഡ്ജ്മെൻറ്റിനെയാണ് നമ്മൾ ഫാലസീസ് എന്ന് പറയുന്നത്. അതിൽ ആദ്യം ഇൻറ്റൻഷണൽ ഫാലസി എന്ന് പറയുന്നത് ഒരു കോമൺ പ്രാക്ടീസ് ഓഫ് ക്രിറ്റിസിസം. എന്താണ്? ദാറ്റ് ഈസ് ദി ഓദർ മേ ഹാവ് ഇൻറ്റൻറ്റഡ് ദിസ്. നമ്മളൊരു ഓദർ വായിക്കുമ്പോൾ നമ്മൾ ഷേക്സ്പിയറിൻ്റെ ഒക്കെ ഹാംലെറ്റ് അതുപോലത്തെ ട്രാജഡീസ് ഒക്കെ പഠിക്കുമ്പോൾ, മാക്ബത്ത് ഒക്കെ പഠിക്കുമ്പോൾ, ആ സമയത്ത് ഷേക്സ്പിയറിന് മകൻ മരിച്ചു പോയിരുന്നു. ഒരുപാട് ട്രാജഡി ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നു. അപ്പോൾ നമ്മൾ അതൊരു ഇൻറ്റൻറ്റഡ് മീനിങ് ആണ്. മകൻ മരിച്ചതുകൊണ്ടാണോ ഷേക്സ്പിയർ ട്രാജഡി നമുക്കറിയില്ല. വി അസ്യൂം ദാറ്റ് അത് ഇസ് എൻ എറർ ഓഫ് ജഡ്ജ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ WK വിംസാറ്റും ബിയേർഡ്സ്ലി പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ടെക്സ്റ്റ് ഈസ് എക്സ്ക്ലൂസീവ് ദ പ്രോപ്പർട്ടി നോട്ട് ഓഫ് ദി ഓദർ ബട്ട് ഓഫ് ദ പബ്ലിക്. ഒരു കാര്യം എഴുതി പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് പിന്നെ ഓദർക്ക് യാതൊരു റൈറ്റും ഇല്ല, അത് വായനക്കാരനെയാണ്. അപ്പോൾ പക്ഷേ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഈ ഓദറിൻ്റെ ഇൻറ്റൻറ്റഡ് മീനിങ് പൂർണ്ണമായിട്ട് ഒഴിവാക്കണമെന്ന് ഇവർ പറയുമ്പോൾ ശരിക്കും ക്ലിയാൻ ബ്രൂക്സും JC റാൻസമും ജോൺ ക്രൂ റാൻസമും വിശ്വസിച്ചിരുന്ന് കുറച്ച് എടുക്കണം എന്നുള്ളതാണ്, എന്നാൽ മാത്രമേ ടോട്ടൽ മീനിങ് കിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നെ എഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എറർ ഓഫ് ക്രിറ്റിസിസം ആണ്. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ എഫക്റ്റ് ഓൺ വർക്ക് ഓഫ് ഇനാസ്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു വർക്ക് വായിക്കുമ്പോൾ അത് നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരങ്ങളെ ബേസ് ചെയ്ത് നമ്മളൊരു വർക്കിനെ ജഡ്ജ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു സിനിമയെ കണ്ടാൽ നമുക്കത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് പലപ്പോഴും അത് നമ്മളിൽ ഉണ്ടാക്കുന്ന വികാരങ്ങളെ വെച്ചിട്ടാണ്. അതിനാണ് എഫക്റ്റീവ് ഫാലസി എന്ന് പറയുന്നത്. അങ്ങനെയല്ല ഒരു ടെക്സ്റ്റ് പഠിക്കേണ്ടത്. ടെക്സ്റ്റ് വളരെ ഒബ്ജക്റ്റീവായിട്ടാണ് നോക്കേണ്ടത്, സബ്ജക്റ്റീവായിട്ടല്ല. സോ ഡോണ്ട് ജഡ്ജ് എ വർക്ക് ബേസ്ഡ് ഓൺ ഇമോഷണൽ എക്സ്പീരിയൻസ് എന്നാണ് ന്യൂ ക്രിറ്റിക്സ് പറയുന്നത്. അപ്പോൾ നമുക്കിത് മൊത്തത്തിൽ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ന്യൂ ക്രിറ്റിക്സ് പറയുന്നത് ഭാഷയ്ക്ക് ഒന്നിലധികം അർത്ഥങ്ങളുണ്ട്, അതിന് പല പേരുകളിൽ അവർ വിളിക്കുന്നു. വളരെ സബ്ജക്റ്റീവായിട്ടല്ല ഒബ്ജക്റ്റീവായിട്ട് വേണം ടെക്സ്റ്റ് പഠിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങളാണ് ന്യൂ ക്രിറ്റിക്സ് പറയുന്നത്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ്. ഐ വിൽ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.